സമയത്ത് ട്രിവാൻഡ്രത്ത് ജെമിനി സർക്കസ് പണ്ടത്തെ പോലെ തന്നെ അവർ ഇത്തവണയും നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് നമുക്ക് 250, ഒരാൾക്ക് 250 രൂപ ടിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടിയിട്ടാണ് കാണാൻ പോയത് കേട്ടോ. നിറയെ ആളായിരുന്നു, സീറ്റുകളെല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു, നല്ല തിരക്കായിരുന്നു. 250 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബാക്കിലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 150 രൂപ ഇതിലും താഴെയുള്ള ടിക്കറ്റ് ഉണ്ട്, പിന്നെ 600 രൂപ വരെയുള്ള ഏറ്റവും ഫ്രണ്ടിലുള്ള ടിക്കറ്റുകളുണ്ട്. നമ്മൾ ഏകദേശം ടിക്കറ്റുകളൊക്കെ പകുതിയായ സമയത്താണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റിനുള്ള ടിക്കറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനൊരു 9th-ലോ 10th-ലോ എന്തോ പഠിക്കുമ്പോഴാണ് ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് ഞാൻ ഒരു സർക്കസ് കാണാൻ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ്. പക്ഷെ അന്ന് കണ്ട അതേ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അന്നത്തെ അവർ ആ യൂണിഫോം വരെ സെയിം ആയിരുന്നു കേട്ടോ. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ആ ഒരു യൂണിഫോം തന്നെയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സർക്കസ് കാണാൻ എത്തിയ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. പുത്തരിക്കണ്ടത്താണ് കേട്ടോ ഇത് നടത്തുന്നത്. പുത്തരിക്കണ്ടത്താണ് ഇത്. നമ്മൾ ഓണത്തിന് പോയതാണ്, ആ സമയത്ത് പോയതാണ്. സെപ്റ്റംബർ ലാസ്റ്റ് വരെ എങ്ങാണ്ടായിരുന്നു ഇതിന് ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി സേഫ്റ്റിക്ക് വേണ്ടി ഇത് നെറ്റൊക്കെ കെട്ടി അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് മുന്നേ കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നും ഇത് തന്നെയാണ് തുടക്കത്തിൽ അവർ ഈ ഒരു സെക്ഷൻ തന്നെയാണ് അവർ കാണിക്കുന്നത്. മേളിൽ നിന്നിട്ടുള്ള ഊഞ്ഞാലാട്ടവും പിന്നെ അതിൽ നിന്ന് കൈവിട്ടതേ താഴത്തോട്ട് ഇതിലോട്ട് വീഴുന്നതും ഇതൊക്കെ തന്നെയാണ്. കുറേ ടൈം ഇത് തന്നെ ആയിരുന്നു. പിന്നെ എന്താ, മൃഗങ്ങളെയും ഒക്കെ വെച്ചിട്ട് ആന, സിംഹം അതൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ മൃഗങ്ങളെയൊന്നും അലൗഡ് അല്ലാത്ത കാരണം, നമ്മുടെ നിയമം ഇപ്പം അതിനൊക്കെ എതിരായ കാരണം അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ തന്നെ പ്രോഗ്രാംസ് മാത്രമായിരുന്നു. ഇത്രയും നാൾ കാണാതിരുന്ന് കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പുതിയതായിട്ടൊന്നും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം പഴയ മുന്നേ അവർ കാണിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അജന്ത തിയേറ്ററിൽ ടൊവിനോ തോമസിൻ്റെ പുതിയ ARM കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മൂവിയായിരുന്നു. കാണാത്തവർ പോയി കാണണം കേട്ടോ. മസ്റ്റായിട്ട് അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. നല്ല അടിപൊളി മൂവിയാണ്. അതിനൊക്കെ ശേഷം നമ്മൾ നേരെ ഡി പാരീസിലോട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.